Hi kids, welcome to maths class. We finished with chapter 7 fractions, isn't it? Now we can pass on to the next chapter, chapter 8 money. നിങ്ങൾ എല്ലാവരും കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടല്ലേ? പേരൻസിന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ പോവുക. അപ്പോ പേരൻസിന്റെ കൂടെ പോയി കടയിൽ നിന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകാറുണ്ട്, പലവ്യഞ്ജന കടയിൽ പോകാറുണ്ട്, വെജിറ്റബിൾ ഷോപ്പിൽ പോകാറുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുമ്പോ എന്താ അവര് തരുന്ന സാധനങ്ങൾക്ക് പകരമായി നമ്മൾ എന്ത് കൊടുക്കണം? മണി കൊടുക്കണം അല്ലെ? മണി നമുക്ക് എന്തായിട്ടാണ് നിങ്ങൾക്കറിയാവുന്നത്? എന്താണ് മണി എന്ന് പറയുന്നത്? രൂപയായിട്ടും പൈസയായിട്ടുമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലെ? അപ്പോ അതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ള കറൻസി, ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത് റുപ്പീസ് ആണ് അല്ലെ? റുപ്പീസ് ആൻഡ് പൈസ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയില്. അതുപോലെ ഓരോ രാജ്യങ്ങളിലും ഓരോ തരത്തില് ഉള്ള എമൗണ്ട്സ്, അതായത് ഓരോ തരത്തിലുള്ള മണിയാണ്, മണി സിസ്റ്റമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചിതമായതാണ് ഇതൊക്കെ എങ്കിൽ പോലും മിസ് ചില കോയിൻസ്, മിസ്സിന്റെ കയ്യിലുള്ള കുറച്ച് കോയിൻസും റുപ്പീസും, അതായത് കറൻസി നോട്ട്സും കറൻസി കോയിൻസും, അതായത് കറൻസി നോട്ട്സും കോയിൻസും കാണിക്കാം. ഓക്കെ, 50 paise is there, but I don't have a 50 paise coin. Now a 1 rupee coin. Can you all see 1 rupee coin? Can you all see? This is 1 rupee coin. A 2 rupee coin. This is a 2 rupee coin. Okay, now I will show you a 5 rupee coin. This is a 5 rupee coin. Okay, children, like that notes also are there. That means you have seen 1 rupee note. Have you all seen this note? This is a 1 rupee note. Okay, this is a 5 rupee note. Okay, this is a 10 rupee note. This is a 20 rupee note. This is a 50 rupee note. And this one 100 rupee note. And this is a 200 rupee note. And this is a 500 rupee note. So these are the currencies which I have with me now. A 2000 rupee note is there. Like that coin also, a 10 rupee coin is there. And also nowadays 50 rupees, 100 rupee coins are there. But I don't have that with me now. So if you find it somewhere, you can have a look at it. Okay, children? Now we can study how to write rupees and paise. Okay, there are different methods to write rupees and paise. That means we can write in words, in figures also in short form and long form. Okay, so writing of rupees and paise, how to write that? Suppose I have a 20 rupee note and a 50 paise coin with me, then how will I write that? Okay, now we can write, this is a symbol for rupees. So we can write rupees 20 and paise 50. This is the way we have to write, paise 50. This is how we write in words. അപ്പോൾ നിങ്ങൾ വിചാരിക്കും rupees 20 എന്നുള്ളത് RUPEES എന്ന് എഴുതണ്ടേ എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ എഴുതേണ്ടത് വേർഡ്സിൽ എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്. rupees 20
and pies 50. Okay, this is the way you have to write. Now we have to use only short small letter here. Rupees 20 and pies 50. Okay children, this is how we write in words. So നമ്മള് വേർഡ്സിൽ എഴുതേണ്ടത് സിമ്പിൾ ഇവിടെ കൊടുക്കണം റുപ്പീസ് എന്നുള്ളതിന്. പിന്നെ എത്ര രൂപയാണോ നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ കയ്യിൽ നിന്നല്ല എന്താണോ പറഞ്ഞിരിക്കുന്നത് 20, പിന്നെ എത്ര പൈസയാണുള്ളത് പൈസ് 50. അല്ലാതെ 50 പൈസ് നല്ല എഴുതേണ്ടത്, ശ്രദ്ധിക്കുക ശരിക്ക്. ഇങ്ങനെയാണ് നമ്മൾ വേർഡ്സിൽ എഴുതേണ്ടത്. റുപ്പീസ് 20 ആൻഡ് പൈസ് 50. ദിസ് ഇസ് in figures we can write rupees 20 and pies 50 can be written in two forms, that is in long form and short form. അതായത് നമ്മൾ വേർഡ്സിൽ എങ്ങനെ എഴുതുന്നതെന്ന് കണ്ടു അല്ലെ. വേർഡ്സിൽ എഴുതിയപ്പോൾ ഞാൻ എങ്ങനെയാ ചെയ്തത്, റുപ്പീസിന്റെ സിമ്പിൾ ഇട്ടു അല്ലെ. റുപ്പീസിന്റെ സിമ്പിൾ എങ്ങനെയായിരുന്നു, ഇങ്ങനെ എഴുതിയതിനു ശേഷം 2 വരാം. ഓക്കെ, ഇതാണ് റുപ്പീസിന്റെ സിമ്പിൾ. അപ്പൊ ഈ സിമ്പിൾ ഉപയോഗിച്ച് റുപ്പീസ് ഇങ്ങനെ സിമ്പിൾ എഴുതിയിട്ട് 20 ആൻഡ് പൈസ് 50 എന്ന് എഴുതി. അതാണ് വേർഡ്സിലുള്ളത്. ഇനിയും നമുക്ക് ഫിഗേഴ്സിൽ എങ്ങനെ എഴുതുന്നത് നോക്കാം. ഫിഗേഴ്സിൽ എഴുതുമ്പോ 2 മെത്തേഡ് ഉപയോഗിക്കണം, ലോങ് ഫോം ആൻഡ് ഷോർട്ട് ഫോം. 2 മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ലോങ് ഫോമിൽ എഴുതുമ്പോ 20 റുപ്പീസ് 50 പൈസ് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് 20 കഴിഞ്ഞ് റുപ്പീസ് എഴുതുക, 50 കഴിഞ്ഞ് പൈസ് എന്ന് എഴുതുക. ഓക്കെ, ഷോർട്ട് ഫോം എങ്ങനെ എഴുതുന്നത് നോക്കാം. അതിനാദ്യം സിമ്പിൾ ഇടണം. റുപ്പീസ് നമ്മളതിന്റെ സിമ്പിൾ ഇടുക, 20 എഴുതുക. ഓക്കെ, പിന്നെ ഒരു ഡോട്ട് കൊടുക്കണം. എന്തിനാ ഈ ഡോട്ട് കൊടുക്കുന്നത്, ഈ റുപ്പീസിനെയും നമ്മൾ എഴുതാൻ പോകുന്ന പൈസിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ ഡോട്ടാണ്. ഓക്കെ, സോ ദിസ് ഡോട്ട് സെപ്പറേറ്റ്സ് റുപ്പീസ് ആൻഡ് പൈസ്. സോ ഹൗ വിൽ യു റൈറ്റ് ദിസ്, റുപ്പീസ് 20, 50 പൈസ്. ഇനി സപ്പോസ് 20 റുപ്പീസ് 5 പൈസ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? നിങ്ങളൊരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, എപ്പോഴും പോയിന്റ് കഴിഞ്ഞ്, അതായത് ഈ ഡോട്ട് കഴിഞ്ഞ്, പോയിന്റ് അല്ലെങ്കിൽ ഈ ഡോട്ട് കഴിഞ്ഞ് 2 പ്ലേസസ് ഇവിടെ ഉണ്ടായിരിക്കണം. പൈസിന്റെ പ്ലേസിൽ എപ്പോഴും 2 പ്ലേസസ് ഉണ്ടായിരിക്കണം, 2 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം. 2 പ്ലേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം. സപ്പോസ് ഇവിടെ 5 പൈസ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എഴുതാൻ പോവാ, 20 റുപ്പീസ് 5 പൈസ്, റുപ്പീസ് 20 ഇങ്ങനെ തന്നെ എഴുതുക. അതിനുശേഷം 5 എന്നുള്ളത് വൺസ് പ്ലേസ്, അതായത് 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണം ടെൻസും ഒരെണ്ണം വൺസും ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. ഒരെണ്ണം എന്ന് പറയുന്നത് എക്സ്ട്രീം റൈറ്റിലുള്ളത് വൺസ് പോലെയാണ്, വൺസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അവിടെ 5 ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം, 0. അപ്പൊ റുപ്പീസ് 20.05. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതേണ്ടത്. റുപ്പീസ് 20.05. 50 ആണെങ്കിൽ 50. എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഡോട്ട് കഴിഞ്ഞ് 2 പ്ലേസസ് പൈസിന്റെ പ്ലേസിൽ, ഇതാണ് പൈസിന്റെ പ്ലേസ്, ഇത് റുപ്പീസിന്റെ പ്ലേസ്. അപ്പോ ഈ പൈസിന്റെ പ്ലേസിൽ 2 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം. ഇപ്പോ ഒരു ഡിജിറ്റ് 5 പൈസ്, ഇതിപ്പോ 1 പൈസ്, 2 പൈസ്, 3 പൈസ്, 4 പൈസ്, 5 പൈസ്, അങ്ങനെ 6, 7, 8, 9 വരെ നമുക്ക് ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ 9 വരെയുള്ള നമ്പർ എഴുതുമ്പോ 01, 02, 03 അങ്ങനെ വേണം എഴുതാനായിട്ട്. അപ്പൊ 09 വരെ എഴുതാം. അത് കഴിഞ്ഞ് 10 പൈസ് മുതൽ നമുക്ക് എങ്ങനെ എഴുതാം, 2 ഡിജിറ്റ് വരും. അതുകൊണ്ട് 10 ആസ് ഇറ്റ് ഈസ് എഴുതാം. ഓക്കെ ചിൽഡ്രൻ, സോ കീപ് ദിസ് ഓൾസോ ഇൻ മൈൻഡ്. അപ്പൊ നമ്മള് 2 കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ദ പോയിന്റ് സെപ്പറേറ്റ്സ് റുപ്പീസ് ഫ്രം പൈസ്, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, there should always be 2 digits after the point to represent pies. There should be 2 digits after the point that represents pies. Right? Always be 2 digits after the point to represent pies. Pies represent ചെയ്യാനായിട്ട് എപ്പോഴും പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ എല്ലാവർക്കും ലോങ് ഫോമും ഷോർട്ട് ഫോമും മനസ്സിലായല്ലോ. അതായത് ലോങ് ഫോമിൽ എഴുതുമ്പോൾ നമ്പർ ആദ്യം എഴുതി അത്രയും റുപ്പീസ് എഴുതുക. ആൻഡിന്റെ ആവശ്യമില്ല ഇവിടെ. 20 റുപ്പീസ് 5 പൈസ്. ഷോർട്ട് ഫോമിൽ എഴുതുമ്പോഴോ റുപ്പീസ് 20.05 ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ ചിൽഡ്രൻ, I will show you some more examples. Suppose if you are asked to write rupees 7, അതായത് 7 rupees
ഇതെന്ത് ഫോമാണ്? ലോങ് ഫോം ആണ് അല്ലെ? 7 rupees. പൈസ ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഇത് എഴുതാൻ പോകുന്നത്? ഷോർട്ട് ഫോമിൽ എങ്ങനെ എഴുതും? ആദ്യമേ റുപ്പീസിന്റെ സിമ്പിൾ ഇടണം അല്ലെ? 7. ഇപ്പൊ സംശയം വന്നോ? ഇവിടെ നമ്മൾ അതായത് റുപ്പീസിന്റെ പ്ലേസിൽ ഡോട്ടിന് മുമ്പ് ഒരു ഡിജിറ്റ് ആണെങ്കിലും 2 ഡിജിറ്റ് ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അത് തന്നിരിക്കുന്നത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ 7 എഴുതുക. ഇവിടെ പൈസ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡോട്ട് കഴിഞ്ഞ് പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു there should always be 2 digits after the point that represents to represent the pice, isn't it? There should always be 2 digits after the point to represent the pice. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് വരാൻ വേണ്ടിയിട്ട് 2 സീറോസ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതെങ്ങനെയാ വായിക്കുക? ₹7 അല്ലെങ്കിൽ 7 rupees. Okay, now if it is another one is 20 rupees 20 and pice 3 or 20 rupees pice 3. ഇതുപോലത്തെ വേണം മിസ് ഇപ്പൊ കാണിച്ചതാണ്. 20 rupees 3 pice. ഇത് ഷോർട്ട് ഫോമിൽ എങ്ങനെ എഴുതും? സിമ്പിൾ. ഇത് ലോങ് ഫോം ആണ്. റുപ്പീസ് ഇട്ടു, സിമ്പിൾ ഇട്ടു, അതിനുശേഷം 20 എഴുതുക. ഡോട്ട് 3 പൈസ് എന്നുള്ളത് എങ്ങനെ എഴുതണം? 3 എവിടെ വരണം? വൺസിന്റെ, അതായത് രണ്ടാമത്തെ പ്ലേസ് എന്ത് എഴുതണം? 0. അപ്പൊ ₹20 ആൻഡ് പൈസ് 3. ഇത് വായിക്കേണ്ടത് 20 rupees 3 പൈസ് അല്ലെ? 20 rupees 3 പൈസ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ 65 പൈസ്. സപ്പോസ് പൈസ മാത്രമാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യും? 65 പൈസ എന്നാണ് തന്നിരിക്കുന്നത്. റുപ്പീസ് ഒന്നും ഇല്ല. റുപ്പീസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഡിജിറ്റേ ഉള്ളെങ്കിൽ അത് എഴുതാം. 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ റുപ്പീസിന്റെ സ്ഥാനത്ത് 2 ഡിജിറ്റ്സ് വരുന്ന റുപ്പീസ് ആണെങ്കിൽ അത് എഴുതാം. പക്ഷെ ഇവിടെ റുപ്പീസിന്റെ സ്ഥാനത്തൊന്നും ഇല്ലെങ്കിലും നമ്മൾ എന്ത് എഴുതണം? റുപ്പീസ് എന്ന് എഴുതിയിട്ട് ഒന്നുമില്ലെങ്കിൽ അവിടെ ഒരു 0 ഇട്ടാൽ മതിയാവും. 0 ഇട്ടതിന് ശേഷം ഡോട്ട് ഇടുക. 65 എവിടെയാ വരേണ്ടത്? പൈസിന്റെ പ്ലേസിൽ അല്ലെ? സോ 65 റുപ്പീസ് 0.65 എന്ന് പറഞ്ഞാല് ഇതെങ്ങനെയാ? എന്താ ഇതിന്റെ അർത്ഥം? 65 പൈസ എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെ? അപ്പോ എല്ലാ എക്സാമ്പിൾസും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. റുപ്പീസിന്റെ സ്ഥാനത്ത് ഒന്നുമില്ല എങ്കിൽ നമ്മൾ എന്ത് എഴുതണം? അവിടെ 0 ഇടുക. 65 പൈസിന് 65 എന്ന് കൊടുക്കുക. അപ്പോ റുപ്പീസ് മാത്രം തന്നാൽ പൈസന്റെ സ്ഥാനത്ത് നമ്മൾ 2 സീറോസ് ഇട്ട് കൊടുക്കുക. പൈസ മാത്രം തന്നാൽ റുപ്പീസിന്റെ സ്ഥാനത്ത് ഒരു 0 മതിയാകും. ഇനിയും പൈസന്റെ പ്ലേസിൽ ഒരു ഡിജിറ്റ് ആണ് തരുന്നതെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ 0 ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഡിജിറ്റും കൂടെ എഴുതുക. Did you all understand, children? Okay, now we can go to the next portion, that is conversion of rupees into pice. അതിനു മുൻപ് നിങ്ങൾക്ക് ലോങ് ഫോമിൽ തന്നിട്ട് ഷോർട്ട് ഫോമിൽ എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ വരും. തിരിച്ച് ഷോർട്ട് ഫോമിൽ തന്നിട്ട് ലോങ് ഫോമിൽ എഴുതാൻ വരും. അതുപോലെ തന്നെ വേർഡ്സിൽ എഴുതാനായിട്ട് ചോദിക്കും. അപ്പോ ഈ 3 കാര്യങ്ങളും മനസ്സിലായല്ലോ അല്ലെ? അതായത് റൈറ്റ് ഇൻ ലോങ് ഫോം വരും, പിന്നെന്താണ് വേർഡ്സിൽ എഴുതാൻ വരും, റൈറ്റ് ഇൻ ഷോർട്ട് ഫോം. ഈ 3 തരത്തിൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കൺവേർഷൻ ഓഫ് റുപ്പീസ് ഇൻടു പൈസ്. അതായത് റുപ്പീസിനെ പൈസ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മളിത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. 1 rupee is equal to 100 പൈസ. 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്. നേരത്തെ കാണിച്ചില്ലേ? 1 രൂപയുടെ കോയിനും 1 രൂപയുടെ നോട്ടും ഒക്കെ കാണിച്ചു. അതിന്റെ വാല്യൂ എത്രയാണ്? 100 പൈസയാണ്. 1 rupee is equal to 100 പൈസ. സപ്പോസ് നിങ്ങളോട് പറയാണ് കൺവേർട്ട് 8 rupees into പൈസ. കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കൺവേർട്ട് 8 rupees into പൈസ അല്ലെങ്കിൽ ₹8 into പൈസ, ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, ഹൗ യു ഡു ദിസ്? അതായത് നമുക്കറിയാം, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു അല്ലെ? 1 രൂപ എത്രയാണെന്ന് നമുക്കറിയാം. അപ്പൊ 1 രൂപ എത്രയാണ്? 100 പൈസയാണ്. ഇതിനെ പൈസയിലേക്ക് മാറ്റാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 8 rupees എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമ്മള് 8 into 100 ചെയ്താൽ പോരെ? അപ്പൊ എത്ര കിട്ടും? എത്ര പൈസ കിട്ടും നമുക്ക്? 800 പൈസ. ഓക്കെ, 8 rupees is equal to 800 പൈസ. അപ്പൊ നമ്മള് എന്താ ചെയ്തത്? 8 രൂപയെ പൈസയാക്കി മാറ്റി അല്ലെ?
എന്താ ചെയ്തത് 8 into 100 പൈസിന്റെ ഷോർട്ട് ഫോം നമ്മൾ തീന്ന് കൊടുക്കാം. 8 into 100 പൈസ് ഇസ് ഈക്വൽ ടു എത്രയാ വന്നത് 800 പൈസ്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ 800 പൈസ് എന്നുള്ളതിന് ഷോർട്ട് ഫോമില് പി 800 പി എന്ന് എഴുതാം. Now next portion is ഇപ്പൊ നമുക്ക് പൈസും റുപ്പീസും കൂടെ തന്നിട്ട് പൈസയിലേക്ക് മാറ്റാൻ പറയുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? കൺവേർട്ട് എന്ന് മിസ് എഴുതുന്നില്ല. 7 rupees 20 പൈസ് into പൈസ്. 7 rupees 20 പൈസിനെ പൈസയിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ? ഇൻറ്റു പൈസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? 7 റുപ്പീസിനെയും 20 പൈസിനെയും കൂടെ നമ്മൾ എന്തിലേക്ക് മാറ്റാനാ പറഞ്ഞിരിക്കുന്നത്? പൈസയിലേക്ക് മാറ്റണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 7 റുപ്പീസിനെ പൈസയിലേക്ക് മാറ്റണം അല്ലെ? എന്നിട്ട് തന്നിരിക്കുന്ന പൈസയും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യമേ 7 റുപ്പീസ് എങ്ങനെയാ എഴുതേണ്ടതെന്ന് നോക്കാം. അപ്പൊ റുപ്പീസ് 7 ഇങ്ങനെയല്ലേ? 7 റുപ്പീസ് 20 പൈസ. 7 റുപ്പീസിനെ മാത്രമല്ല 20 പൈസ്. അപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്? 7 റുപ്പീസ് 20 പൈസ്. ഇതിന്റെ അർത്ഥം എന്താണ്? 7 റുപ്പീസ് 20 പൈസ്. ഓക്കെ, അപ്പൊ റുപ്പീസ് 7 ആൻഡ് പൈസ് 20 എന്നുള്ളത് എഴുതേണ്ടത് എങ്ങനെയാണ്? റുപ്പീസ് 7 ആൻഡ് 20 പൈസ്. ഇത് നമുക്ക് ഷോർട്ട് ഫോമിൽ വേണേലും എഴുതാം. എങ്ങനെ എഴുതാം? ഇതിന് പകരമായിട്ട് ഇത്രയും വലുതായിട്ട് എഴുതുന്നതിന് പകരം ഷോർട്ട് ഫോമില് റുപ്പീസ് 7 20 പൈസ് ഇങ്ങനെ എഴുതാം. റുപ്പീസ് 7 20 പൈസ്. മനസ്സിലായോ? റുപ്പീസ് 7 ആൻഡ് 20 പൈസ്. അപ്പൊ എന്താ? റുപ്പീസ് 7 എത്രയാണെന്ന് ആദ്യം നോക്കണം. ആൻഡ് 20 പൈസ്. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? റുപ്പീസ് 7 into 100 പ്ലസ് 20 പൈസ് ഇങ്ങനെ എഴുതാം. റുപ്പീസ് 7 into 100. 7നെ പൈസ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പഠിച്ചിരിക്കുന്നത്? 100 പൈസ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ റുപ്പീസ് 7 into 100 പൈസ് പ്ലസ് 20 പൈസ്. ഇനി 7 into 100 എത്രയാണെന്നാ പഠിച്ചിരിക്കുന്നത്? 7 into 100 നമ്മൾ ഈസി മെത്തേഡ് ഒക്കെ പഠിച്ചില്ലേ? 7നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അപ്പൊ എത്ര കിട്ടും? 7 കിട്ടും. 7 into 1 is 7. പിന്നെ എന്ത് ചെയ്യണം? Put 2 zeros on the right side, isn't it? So 700 pies plus 20 pies. അപ്പൊ എത്രയാ കിട്ടിയത്? 700 plus 20 നിങ്ങൾക്ക് അറിയാലോ, ആഡ് ചെയ്യാതെ തന്നെ അറിഞ്ഞൂടെ? 720 pies. അപ്പൊ നമ്മള് 7 രൂപ 20 പൈസയെ നമ്മള് മൊത്തത്തിൽ പൈസയിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പൊ എത്രയാ കിട്ടിയത്? 720 പൈസ. ഒന്നുകൂടെ മിസ് എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിക്കാം. ആദ്യം 7 rupees 20 പൈസയെ നമുക്ക് ഇങ്ങനെ എഴുതാം. റുപ്പീസ് 7 ആൻഡ് 20 പൈസ. അപ്പൊ റുപ്പീസ് 7 എന്നുള്ളത് എന്താണ്? എങ്ങനെയാ 7 രൂപയെ നമ്മൾ പൈസയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? 7നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ കൂട്ടത്തില് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പൈസയും കൂടെ കൂട്ടുക. അതായത് രൂപയെ പൈസയിലേക്ക് മാറ്റിയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പൈസയും കൂടെ അതിന്റെ കൂട്ടത്തിൽ കൂട്ടുക. നമുക്ക് രൂപയുടെ കൂടെ അല്ലാതെ പൈസ കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ രൂപയെ എന്ത് ചെയ്യണം? പൈസയിലേക്ക് ചേഞ്ച് ചെയ്യുക. റുപ്പീസിനെ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു പൈസ്. അതിനാണ് നമ്മൾ 7 into 100 ചെയ്യുന്നത്. അപ്പൊ ചെയ്യുമ്പോൾ 700 പൈസ കിട്ടും. പിന്നെ എന്ത് ചെയ്യണം? ഈ 20 പൈസന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 720 പൈസ. ക്ലിയർ ചിൽഡ്രൻ? Now next question. അതായത് റുപ്പീസ് 96.08 ആൻഡ് റുപ്പീസ് 0.83 into പൈസ. അതായത് ഇതിന് രണ്ടിനെയും 96 രൂപ 8 പൈസയെയും 83 പൈസയെയും രണ്ടിനെയും പൈസയിലേക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം? 96 rupees 8 പൈസനെ ആദ്യം നമുക്ക് പൈസയിലേക്ക് മാറ്റാം. അതിനെന്താ ചെയ്യേണ്ടത്? നേരത്തെ മിസ് എഴുതിയ പോലെ തന്നെ റുപ്പീസ് 96 ആൻഡ് 8 പൈസ. ഓക്കെ, റുപ്പീസ് 96ഉം 8 പൈസെന്നും എഴുതാൻ നമുക്ക് അല്ലെ? ഇനി എന്ത് ചെയ്യണം? ആദ്യം ഈ 96 റുപ്പീസിനെ പൈസയിലേക്ക് മാറ്റണം.
എന്താ എഴുതേണ്ടത്? 96 into 100. ഇനി റുപ്പീസിന്റെ ആവശ്യമില്ല, നമ്മൾ പൈസയിലേക്ക് ചേഞ്ച് ചെയ്യുവാണ്. 96 റുപ്പീസിനെ പൈസയിലേക്ക് ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്. അപ്പൊ 96 രൂപ എന്ന് പറയുന്നത് 96, അതായത് 96 റുപ്പീസ് എന്ന് പറയുന്നത് 96 into 100 പൈസ് പ്ലസ് 8 പൈസ്. നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുക? 96 എഴുതിയിട്ട് 96 into 1 ചെയ്യുമ്പോൾ 96 തന്നെ 00 റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക പ്ലസ് 8 പൈസ്. എത്ര കിട്ടും? ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഈ 1's പ്ലേസ് തമ്മിൽ ആഡ് ചെയ്യുക. 0 plus 8 8 ആണ് അല്ലെ? അപ്പോ 9 6 ഈ മൂന്നാമത്തെ ഡിജിറ്റ് വരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. പിന്നെ ഇത് രണ്ടും 0 plus 8 8, അതായത് 9608 പൈസ കിട്ടും. അപ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 96 റുപ്പീസ് 8 പൈസിനെ പൈസയിലേക്ക് മാറ്റി. നമുക്ക് എന്താ കിട്ടിയത്? 9608 പൈസ കിട്ടി അല്ലെ? ഇനി അടുത്തത് 0.83 പൈസിനെ 0.83 ആണ് രണ്ടാമത്തെ പാർട്ട്. റുപ്പീസ് 0.83 എന്ന് പറഞ്ഞാല് എന്താ ഉദ്ദേശിക്കുന്നത്? 83 പൈസ എന്നാണ്. 83 പൈസ. ഒന്നുകിൽ നമുക്ക് 83 പൈസ എന്ന് എഴുതാം, പക്ഷെ ഷോർട്ട് ഫോമിൽ എപ്പോഴും ഇങ്ങനെ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് റുപ്പീസിന്റെ സ്ഥാനത്ത് ഒന്നുമില്ലെങ്കിൽ അവിടെ 0 എന്ന് തന്നെ കൊടുക്കണം. 0.83 0.83 എന്ന് പറയുന്നത് എന്താണ്? 83 പൈസ. പി മതി. ഓക്കെ, 83 പൈസ. 0.83 എന്ന് പറയുന്നത് എന്താണ്? 83 പൈസ എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ 96 റുപ്പീസ് 8 പൈസിനെ പൈസയിലേക്ക് മാറ്റിയപ്പോ 9608 പൈസനും കിട്ടി. റുപ്പീസ് 0.83 ഇത് വായിക്കുന്നത് ശരിക്കും 83 പൈസ ആണ്. ഇതിനെ നമ്മൾ പൈസയിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഡോട്ടും സീറോയും റുപ്പീസിന്റെ സൈനും വേണ്ട. ഈ ഭാഗം പൈസന്റെ ആണ് അല്ലെ? നമ്മൾ പൈസയുടെ ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? അത് 83 പൈസ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരും. റുപ്പീസിനെ പൈസ ആക്കാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, മിസ് ഒരെണ്ണം കാണിച്ചു തരാം. സപ്പോസ് റുപ്പീസ് 0.05 റുപ്പീസ് 0.05നെ പൈസയിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത്? നമ്മള് ഈ പോയിന്റും സീറോയും റുപ്പീസ് എന്ന സിമ്പലും ഒഴിവാക്കിയാൽ മതി. 05നെ നമുക്ക് എങ്ങനെ വായിക്കാം? 5 പൈസ എന്ന് വായിക്കാം അല്ലെ? ഇതാണ് ആൻസർ. 5 പൈസ ആണ് കേട്ടോ. 5 പൈസ എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 0.15 ആണെങ്കിൽ 50 ആണെങ്കിൽ, പക്ഷെ ഡിജിറ്റ് കഴിഞ്ഞ് വരുന്ന സീറോയ്ക്ക് വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് 50 പൈസ എന്ന് എഴുതേണ്ടി വരും. 0.55 എന്നും വരും. 50 പൈസിന് 50 പൈസ എന്ന് നമ്മൾ വായിക്കും. അപ്പൊ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കാണും. അത് നിങ്ങൾ, അതായത് ഇപ്പോ റുപ്പീസ് മാത്രമായിട്ട് തന്നാൽ, ഇപ്പൊ റുപ്പീസ് 5 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റുപ്പീസ് 9 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പൈസയിലേക്ക് മാറ്റുന്നത്? നമ്മൾ എന്ത് ചെയ്താൽ മതി? 9 into 100 പൈസ, ദാറ്റ് ഈസ് ഈക്വൽ ടു 900 പൈസ. പിന്നെ നേരത്തെ കാണിച്ചു തന്നു, റുപ്പീസും പൈസയും കൂടെ തന്നാല് നമ്മൾ ആദ്യം റുപ്പീസിനെ പൈസയിലേക്ക് മാറ്റിയിട്ട് പൈസ കൂടെ തന്നിരിക്കുന്ന പൈസ നമ്മൾ കിട്ടിയ ആൻസറിന്റെ കൂടെ ആഡ് ചെയ്യണം. പൈസ മാത്രമാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ തരുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മളതിനെ പൈസയിലേക്ക് മാറ്റണം. Did you understand, children? So we can see you in the next class, children. Take care. Bye bye. Thank you.